Hello students, let us see the next topic of module 4, that is embedded software testing. Testing is the process of evaluating a system or its components with the intent to find whether it satisfies the specified requirements or not. അതായത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ആ ഒരു സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടിംഗ് എ സിസ്റ്റം in order to identify any gaps, errors or missing requirements in contrary to the actual requirements. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് എന്തെങ്കിലും ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എറേഴ്സ് അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്സിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, ആക്ച്വൽ റിക്വയർമെൻറ്റ്സ് നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ അതെല്ലാം നോക്കാനാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. Now here we have what to say, that is software testing life cycle, that is STLC. Software testing life cycle is defined as a sequence of activities conducted to perform software testing. It consists of series of activities carried out methodologically to help certify your software product. അപ്പോൾ ഇവിടെ നമുക്ക് ഈ STLC എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അത് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. Now these are the various stages of STLC, that is requirement analysis, test planning, test case development, environment setup, test execution and test cycle closure. Let us see the stages. Before that, let us see, that is each of these stages have a definite entry and exit criteria, activities and deliverables associated with it. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജും നോക്കുമ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് ഓരോ സ്റ്റേജും നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. എൻട്രി ക്രൈറ്റീരിയ ഗിവ്സ് ദ പ്രീ റെക്വിസിറ്റ് ഐറ്റംസ് ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ടെസ്റ്റിംഗ് ക്യാൻ ബിഗിൻ. ഓക്കെ, എൻട്രി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ചില ഐറ്റംസ് ഉണ്ടാവും അത് കംപ്ലീറ്റഡ് ആയിരിക്കണം. അതായത് ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചില ഐറ്റംസ് അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ് ഐറ്റംസ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അതിനുശേഷമേ ടെസ്റ്റിംഗ് തുടങ്ങാൻ പറ്റൂ. അതേപോലെ തന്നെ എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദ ഐറ്റംസ് ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ടെസ്റ്റിംഗ് ക്യാൻ ബി കൺക്ലൂഡഡ്. അതായത് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില ക്രൈറ്റീരിയ അല്ലെങ്കിൽ ചില ഐറ്റംസ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് എക്സിറ്റ് ക്രൈറ്റീരിയ. Let us see the first stage, that is requirement analysis. During this phase, test team studies the requirements from a testing point of view to identify the testable requirements. The quality assurance, that is QA team, may interact with the various stakeholders, that is client, business analyst, technical heads, system architects, to understand the requirements in detail. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ഫേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെസ്റ്റ് ടീം സ്റ്റഡി ചെയ്യും, അതായത് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, ഒരു ടെസ്റ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. അതുപോലെ തന്നെ QA ടീം എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് ടീം അവർ ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ റിക്വയർമെൻറ്റ്സ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. റിക്വയർമെൻറ്റ്സ് കുഡ് ബി ഐദർ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്, that is defining what the software must do, and non-functional requirements, that is defining system performance or security available. അപ്പോൾ രണ്ട് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും, ഫങ്ഷണലും നോൺ ഫങ്ഷണലും. ഓക്കെ, ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടത് അത് ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റം പെർഫോമൻസും സെക്യൂരിറ്റി അവൈലബിലിറ്റി എല്ലാം ഡിഫൈൻ ചെയ്യുന്നതാണ്. What are the activities in this stage? That is activities എന്ന് പറയുന്നത് identify types of tests to be performed, gather details about the testing priorities, identify the test environment details where the testing is supposed to be carried out. അപ്പോൾ ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുന്നത്. അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യും, അതേപോലെ തന്നെ ടെസ്റ്റിൻ്റെ പ്രയോറിറ്റി എങ്ങനെയാണ് അത് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് എൻവയറൻമെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് ടെസ്റ്റ് ആ ഒരു ഏത് എൻവയറൻമെൻറ്റിലാണ് ടെസ്റ്റ് നടത്തുന്നത് അതും ഐഡൻറ്റിഫൈ ചെയ്യും. Second stage is the test planning.
That is, in this stage, a senior quality assurance manager will determine the effort and cost estimates for the project and would prepare and finalize the test plan. അതായത് ഈ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീനിയർ ക്വാളിറ്റി അഷ്വറൻസ് മാനേജർ ഉണ്ടാവും ആൻഡ് ഹി വിൽ ഡിറ്റർമൈൻ ദ എഫേർട്ട്, അതായത് എന്തൊക്കെയാണ് എഫേർട്ട് എടുക്കുന്നത്, അതുപോലെ തന്നെ കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്താണ് പ്രൊജക്റ്റിൻ്റെത്, അതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഫൈനലൈസ് ചെയ്യും, അത് ടെസ്റ്റ് പ്ലാൻ ഫൈനലൈസ് ചെയ്യും. ഇതിൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ ടെസ്റ്റ് പ്ലാൻ ഓർ സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ് ഫോർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്, ടെസ്റ്റ് ടൂൾ സെലക്ഷൻ, ടെസ്റ്റ് എഫേർട്ട് എസ്റ്റിമേഷൻ, റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ട്രെയിനിങ് റിക്വയർമെൻറ്റ്. ഇപ്പം ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യാനാണ്, അതായത് ടെസ്റ്റ് പ്ലാനും സ്ട്രാറ്റജി ഡോക്യുമെൻറ്റും പ്രിപ്പയർ ചെയ്യണം. ദെൻ ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ടെസ്റ്റ് എഫേർട്ട്, അത് എത്ര ടെസ്റ്റ് എഫേർട്ട് വേണം അത് എസ്റ്റിമേറ്റ് ചെയ്യണം. ദെൻ റിസോഴ്സ് പ്ലാൻ ചെയ്യണം എന്തൊക്കെയാണ്, ആൻഡ് റോൾസും റെസ്പോൺസിബിലിറ്റീസും അത് ഡിറ്റർമൈൻ ചെയ്യണം, ആൻഡ് ദ ട്രെയിനിങ് റിക്വയർമെൻറ്റ്.